ഇത്രയും ആളുകളെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് കുരുതി കൊടുത്തിട്ടും ഇതൊന്നും അറിയാത്തതുപോലെ തന്നെ ട്രംപിന്റെ ഒരു പ്രതികരണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ. പക്ഷെ ആ രീതിയിൽ തന്നെ അപ്പോൾ ഇതിൽ തന്നെയാണ് MC പറയുന്ന കാര്യത്തിൽ കൂടെ ചില സംശയങ്ങൾ ഉയരുകയാണ്. ഇത് ഏത് തരത്തിലുള്ള നാടകമാണ് നടക്കുന്നത് എന്നുള്ള സംശയം കൂടിയുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള കാര്യങ്ങളാണ്. അതായത് വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ, അതിലേക്ക് സമാധാന കരാറിലേക്ക്, ബന്ദി കൈമാറ്റത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷേ അതുപോലും അട്ടിമറിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ട് ഇസ്രായേൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കാം. പക്ഷേ അതുപോലും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. അതിനിടയ്ക്കാണ് ഈജിപ്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ചർച്ചകളിലൊക്കെ എത്രത്തോളം പ്രതീക്ഷ വെക്കണം എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇസ്രായേൽ എന്തായാലും അമേരിക്ക പറയുന്നിടത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു കൂട്ടുകയാണ്. എവിടെയാണ് ഇവിടെ പ്രതീക്ഷ വെക്കേണ്ടത്? ജൽസി, അതാണ് വലിയൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നത്. അന്തർദേശീയ സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ സമ്മർദ്ദം. കാരണം ഇത് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള ഒരു പ്രശ്നമോ മറ്റോ എന്ന് അല്ല, ഒരിക്കൽ പോലും അങ്ങനെ ആയിട്ടുമില്ല. പക്ഷേ അങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബോധപൂർവമായ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെയാണ് ഫലസ്തീൻ എന്നത് ഒരു വലിയ വികാരമായിട്ട് ജനത ഏറ്റെടുക്കുകയും, ഇറ്റലി പോലുള്ള സ്ഥലത്ത് ഒരു രാജ്യം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുമാർ ഈ ഫലസ്തീൻ പ്രശ്നം മാറിയെങ്കിൽ, ആ ഫലസ്തീൻ ജനതയോട് ഇത്രയും ക്രൂരത അനുവർത്തിച്ച ഒരു ഭരണകൂടങ്ങളോട് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം തെരുവിൽ, അത് ജൻസി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളാണ് ഈ ഫലസ്തീൻ കോസിനെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ചെറിയ മാറ്റമല്ല. ആ വലിയ മാറ്റത്തിലേക്ക് ഈ 2 വർഷത്തെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ലൈവ് വംശഹത്യ മാറി എന്നത് ഒരുപക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമാണ്. നേരത്തെ എല്ലാവരും എഴുതി തള്ളിയതായിരുന്നു ഫലസ്തീൻ എന്നത്. കാരണം അബ്രഹാം അക്കോർഡ് വന്നതോടുകൂടി എല്ലാ അറബ് രാജ്യങ്ങളും അതിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഫലസ്തീൻ എന്നത് ആ ഒരു പ്രശ്നം തന്നെ ഇല്ലാതാവും എന്നൊരു ഘട്ടത്തിലാണ് 2023 ഒക്ടോബർ 7-ന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേർക്ക് ആക്രമണം ഉണ്ടാവുന്നതും അതോടുകൂടി ഈ അജണ്ടയിലേക്ക് ഫലസ്തീൻ, ലോക സമാധാനത്തിന് തന്നെ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു പദ്ധതി, 20 ദിന പദ്ധതി, അത് തികച്ചും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ആ പദ്ധതിയിൽ ഭൂരിഭാഗം വ്യവസ്ഥകൾ. എന്നിട്ട് പോലും തങ്ങളുടെ ഒരു ഒറ്റപ്പെടലോ ആ അർത്ഥത്തിലുള്ള തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു വലിയ പിന്തുണയ്ക്ക് അത് തിരിച്ചടിയാകുമോ എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിലെ പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ ഹമാസ് സന്നദ്ധ അറിയിച്ചത്. പക്ഷെ അതുപോലും ഇന്നലെ ഒരു വെടിനിർത്തൽ നടക്കേണ്ട ട്രംപ് നിർദ്ദേശിച്ചിട്ട് പോലും എന്നിട്ടും 70 പേരെ കൊലപ്പെടുത്തി എന്ന് പറയണമെങ്കിൽ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു സൈനിക സമീപനവുമായിട്ട് ഇസ്രായേൽ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇതൊക്കെയാണ് എങ്കിൽ പോലും ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ അതിതീവ്രമാണ് എന്ന് ട്രംപ് പോലും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം 142 രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ UN പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റ ഘട്ടത്തിൽ 100-ലധികം അംഗങ്ങൾ ഇറങ്ങിപ്പോയി, കൂക്കി വിളിച്ചു. ഇത്രയും ദാരുണമായിട്ടുള്ള, ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. കാരണം ഇപ്പോൾ നഷ്ടപ്പെട്ട ആ പിന്തുണ വീണ്ടെടുക്കാൻ ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി രൂപപ്പെടുത്തിയ ഒരു കരാറാണ് ഇത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ വളരെ തന്ത്രപരമായിട്ടാണ് ഈ കരാറിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കാതെ, അതോടൊപ്പം തന്നെ കരാറിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാതെ തികച്ചും തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഹമാസ് കൈക്കൊണ്ടിരിക്കുന്നത്. 2 കൊല്ലമായിട്ടും ഹമാസിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഭരണകൂടത്തിന്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു ചർച്ചയിലേക്ക് തന്നെ അവർ ഉദ്ദേശിച്ച അതേ അജണ്ടയിലേക്ക് തന്നെ ഇപ്പൊ ഇസ്രായേലും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഷർമ ഷെയ്ഖിൽ നടക്കുന്ന ആ ചർച്ചയിലേക്ക് ഇപ്പം ജറാദ് കുഷ്നർ, അദ്ദേഹം ട്രംപിന്റെ മരുമകനാണ്, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ഈ 2 പേരാണ് അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത് ഇപ്പോൾ ഈജിപ്തിലെ ചർച്ചയിൽ പങ്കെടുക്കുക. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും സംഘങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ ഈജിപ്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്നത് ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതിപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് ട്രംപ് തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഹമാസും കൂടി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതല്ല ഹമാസ് കുറെ കൂടി ഇവർ മുന്നോട്ട് പോയിട്ട് ഒരു പിന്മാറ്റത്തിന് കുറെ കൂടി പുതിയ സ്ഥലം നിർണ്ണയിക്കണം എന്നതുൾപ്പെടെയുള്ള ഭേദഗതി നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ എന്തായാലും ഈ ബന്ദി കൈമാറ്റത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്.